ഒന്ന്, സർവകലാശാല എന്നത് ഒരു സ്വയംഭരണ സ്ഥാനമാണ്. അവിടെ ദൈനംദിന ഭരണം നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. സിൻഡിക്കേറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. അതാണ് അതിലൊരു ഘടന എന്ന് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നിമേൽ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടി. സർവകലാശാല ചട്ടങ്ങൾക്ക് എതിരായാണ് ഈ നടപടി. രജിസ്ട്രാർ നിയമിക്കുന്ന സിൻഡിക്കേറ്റാണ്. അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരവും സിൻഡിക്കേറ്റിനുള്ളതാണ്. 10 ദിവസത്തിൽ കൂടുതൽ ലീവ് അനുവദിക്കുവാനുള്ള അധികാരം പോലും വൈസ് ചാൻസലർക്കില്ല എന്നുള്ളത് നിയമത്തിൽ പറയുന്ന കാര്യമാണ്. സർവകലാശാല ചട്ടം 10(13) അനുസരിച്ച് ആണ് VC-യുടെ നടപടി എന്ന് പറയുന്നത്. എന്നാൽ ചട്ടം 10(14) VC-യുടെ അധികാരം നിർവചിക്കുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെ മാത്രമേ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം VC-ക്കുള്ളൂ. മറ്റൊരു കാര്യം, ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയെന്നാണ് മറ്റൊരു ആരോപണമായി വന്നിരിക്കുന്നത്. ഇതും ശരിയായ കാര്യമല്ല. അതിനും എത്രയോ മുമ്പ് പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് രജിസ്ട്രാർ അടക്കമുണ്ട്. സംഘാടകരുടെ സെക്രട്ടറി എന്നാൽ ഈ ഉത്തരവ് കൈപ്പറ്റുന്നതിന് വേണ്ടി അവർ വിസമ്മതിച്ചു. തുടർന്നാണ് ഇമെയിൽ ചെയ്യുകയായത്. സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഗവർണർ ചടങ്ങിൽ പങ്കെടുത്തു. പരമാവധി സംഘർഷാവസ്ഥ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നടക്കട്ടെ എന്നുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ആരോപണം, ഭാരതാംബയെ രജിസ്ട്രാർ മാനിച്ചില്ല എന്നാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഭാരതാംബ? കാവിക്കൊടി ഏന്തിയ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വനിത. ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒന്നും പറയുന്നില്ല. ഒരു പഞ്ചായത്തിൽ പോലും പാസ്സാക്കിയിട്ടുള്ള കാര്യമല്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യൻ അതിർത്തികളെ മാനിക്കാതെ ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അങ്ങേണ്ട കാര്യമില്ല. ഗവർണർ രജിസ്ട്രാറോട് അനാദരവ് കാണിച്ചെന്നാണ് മറ്റൊരു ആരോപണം. യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമം ലംഘിക്കുന്നു എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി എന്ന് അറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണറാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും. ഗവർണറുടെ കൂടിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കും. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുക. ഈ ഗവർണർ ഇങ്ങനെ ഒരു നടപടിയിലൂടെ സർക്കാരുമായി നേർക്കുനേർ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതാണെന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? ഇന്ത്യയിലെ BJP വിരുദ്ധ ഗവൺമെന്റുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ RSSന്റെയും BJPയുടെയും ദേശീയ നേതാക്കന്മാരുടെ നിർദ്ദേശാനുസരിച്ചാണ് മോർച്ചം നടന്നത്. തമിഴ്നാട്ടിൽ ശ്രീ രവി കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ മലയാളിയാണെങ്കിൽ പോലും ബംഗാൾ ഗവർണർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. കേരളത്തിൽ ഗവർണർ കാണിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാം. അപ്പോൾ ഈ ഗവർണർമാർ സംസ്ഥാന ഭരണത്തെ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും അവരുടെ ഒരു പാരലൽ ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്ന സംവിധാനം BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞല്ലോ, ഗവർണർമാർ അതിൽ കടക്കാൻ വേണ്ടി പാടില്ല, ഗവർണർമാർക്ക് ഇന്ന അധികാരമുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട
ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ ഗവർണർമാർക്കുള്ളൂ. അല്ല ഗവർണർക്ക് DGP വിളിച്ചു വരുത്തുവാനും വൈസ് ചാൻസലർ വിളിച്ചു വരുത്തുവാനും ഇത് ഈ വൈസ് ചാൻസലറിന്റെ പിന്നെ ചാൻസലർ എന്നൊക്കെ ഉള്ള പദവിയുണ്ടല്ലോ, അതെല്ലാം ഒരു ഓർണമെന്റിന്റെ പദവിയാണല്ലോ, എക്സിക്യൂട്ടീവ് അധികാരമുള്ള പദവിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനോട് ഏറ്റുമുട്ടാൻ വരുന്നത് ഗുണകരമല്ല. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഈ മുഖ്യമന്ത്രിയുടെ അധികാരം, മന്ത്രിമാരുടെ അധികാരം, പിന്നെ ഇതിനധികം പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ അധികാരം പോലും നിർവഹിച്ചിട്ടുണ്ട്. ഈ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ നിലപാടിലേക്ക് രാജേന്ദ്ര അർലേക്കറും പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇതേ കുറിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ടൈം ടേബിൾ ഇട്ട് പോകും. ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ച് പ്രചരണത്തിന് വേണ്ടിയും മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ഉള്ള വഴിയാണ് നടക്കുന്നത്. ഇതേ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് കേരളം പിടിച്ചെടുക്കാവുന്ന മട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. രണ്ടുപേരും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് RSSന്റെ അജണ്ടയാണെന്നാണോ? സംശയമുണ്ട്. അപ്പൊ എങ്ങനെയാ ഇത് പ്രതിരോധിക്കുക? കേരളം ആ കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ചിട്ടുണ്ടല്ലോ. പ്രതിരോധത്തിന്റെ ഫലമായിട്ടല്ലേ BJPയുടെ അവസാനം ഉണ്ടായിരുന്ന ഒരു സീറ്റും അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. SFI DYFI ഇന്നലെ രാത്രി മുതൽ തന്നെ സമരത്തിലാണ്, ഇന്നും തുടരുമെന്നാണ്. ഒരു ജനാധിപത്യ കേരളത്തിൽ എന്നും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിനുകൊണ്ട് നിന്നിട്ടുള്ള സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ന് നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇന്ത്യയിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത് വന്നിരിക്കുക. നമുക്ക് ഒരു പൈസ പോലും തന്നിട്ടില്ല. ഇന്ത്യയിൽ നമ്മൾ 1-2 സ്ഥാനത്ത് വന്നിരിക്കുക. അത് നമ്മൾ നടത്തിയിട്ടുള്ള പരിശ്രമമാണ്. ഇപ്പോൾ കേരള ഗവൺമെന്റ് ഇപ്പോൾ ഒന്നിനൊരു കുറവല്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ട കാശ് കുറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒന്നുപോലും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ജനങ്ങൾ കേരളത്തിൽ പട്ടിണി കിടക്കുന്നില്ല. പിന്നെ പട്ടിണി ഇല്ലാത്ത ഒരു സംസ്ഥാനമായി അടുത്ത മാസം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അതെല്ലാം നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഈ BJP ഗവർണർമാരെല്ലാം ജനിച്ചു വളർന്ന നാട്ടിലും അവർ ഗവർണർമാരിരുന്ന മറ്റു സംസ്ഥാനങ്ങളിലും എന്താ സ്ഥിതി? പട്ടിണിയുടെയും തൊഴിലായ്മയുടെയും വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താ? ഇവരെല്ലാം ഇരുന്ന സംസ്ഥാനങ്ങളിൽ വാരിക്കോരി കൊടുത്തല്ലോ കാശ് വിദ്യാഭ്യാസത്തിന് വേണ്ടി. അവിടെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ? ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത് അപകടമാണെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. അധികാരമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കഷ്ടമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഈ മുമ്പ് കാലങ്ങളിൽ ഗവർണർ BJP ഗവൺമെന്റ് ഭരിക്കുന്നതിന് മുമ്പേ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവരായിരുന്നാലും അവർ മുഖ്യമന്ത്രിമാരായിരുന്നവരോ അല്ലെങ്കിൽ അത്തരം പക്വതയുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാട് എടുക്കാത്ത, പിന്നെ ആ ഇന്നാൾ കേരളത്തിൽ ഇന്നാളിൻ്റെ സംസ്ഥാനത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ ആ സംസ്ഥാനത്തിന് തന്നെ ഒരു മഹിമ ഉണ്ടാവുന്നതിലുള്ള ആൾക്കാരെയാണ് നിയമിച്ചിരുന്നത്. ഇത് ഇന്നയാള് പിന്നെ ഗവർണറാണെന്ന് പറയുമ്പോൾ ഷു എന്ന് ഈ അറിയാവുന്ന ആൾക്കാർ പിന്നെ പ്രതികരിക്കുന്ന സ്ഥിതിയാണ്. ഇവർക്ക് പദവിയുടെ മഹത്വം അറിയില്ല എന്നാണോ? പദവിയുടെ മഹത്വം അറിയാതെ ഒന്നുമില്ലല്ലോ ചെയ്തത്. ഇവരെല്ലാം ഗവർണർമാരായി ഇരുന്നവരാണല്ലോ. ആ പദവിയുടെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ അധികാരങ്ങളെ അവർ പുതിയ വർഷം കൊടുക്കുക. മുഹമ്മദ് ഖാനിൽ നിന്ന് മാറിയിട്ട് ഒരു ആശയ പ്രചാരണവും പ്രത്യയശാസ്ത്ര പ്രചാരണവും ഒക്കെയാണ് നിലവിൽ ഇപ്പോഴത്തെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബദലായൊരു പ്രചാരണമോ അല്ലെങ്കിൽ ജനങ്ങളെ അതൊന്നും അറിയിക്കാനുള്ളൊരു നടപടിയോ CPM-ന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഗവൺമെന്റ് കാര്യമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ അത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അതിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയും ഉള്ള പരിശ്രമമാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. അത് നമുക്ക് ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് ബാധിക്കുന്നത്, രക്ഷകർത്താക്കളെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ് ബാധിക്കുന്നത്. അത് ബോധപൂർവ്വം ഇവർ നടത്തുന്ന കേരളം ഒരു കാരണവശാലും ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ വരാൻ വേണ്ടി പാടില്ല എന്നുള്ള ബോധപൂർവ്വമുള്ള പരിശ്രമമാണ് ഈ രണ്ട് ഗവർണർമാരും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി യുവജന സമരത്തിനൊപ്പം CPM കൂടി ഇങ്ങനെയെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം ആലോചിക്കുമോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗവർണർ മാഷ് പറയണ്ട. മിസ്റ്റർ, ഈ ഭാരതാംബ ഏറോബിക് സ്ത്രീ അല്ലെങ്കിൽ സഹോദരി എന്നൊക്കെ അങ്ങ് പറഞ്ഞു, ഈ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ദൃഷ്ടിയിൽ ഭാരതാംബ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഭാരതാംബ എന്നൊരു ഒരു കാര്യം തന്നെ ഇല്ലല്ലോ. ഇത് അന്തരീക്ഷത്തിലോ BJP-യുടെ RSSന്റെ മനസ്സിലോ RSSന്റെ കമ്മിറ്റിയിലോ ഒക്കെ തീരുമാനിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
അതിലൂടെ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യ അധികാരം സമര കാലത്തെ ഉണ്ട് ഭാരതാംബ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അന്നേ ആ സങ്കല്പം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇല്ലാതെ തന്നെയാണ്, തർക്കമില്ല. ഇടതുപക്ഷത്തിനുണ്ടെന്നാണോ? ഈ പാകിസ്ഥാനെ കൂടെ കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു ഭൂപടമാണ് ഇതിന്റെ പിറകിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെതിരായി വലിയ അഭിപ്രായ പ്രകടനമൊക്കെ പ്രധാനമന്ത്രിയൊക്കെ നടത്തുകയും പാകിസ്ഥാൻ രാജ്യത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഭീകരപ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് അതിനെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭൂപടത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത്. അത് തന്നെയാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജ്ഭവനിൽ പോയപ്പോൾ പാകിസ്ഥാന് പുഷ്പാർച്ചന നടത്താൻ പോകാത്തത്. നിങ്ങൾ ചോദിച്ചല്ലോ, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇങ്ങനെ ഒരു ഭാരതാംബയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ, നിയമസഭ എവിടെയെങ്കിലും പാസ്സാക്കിയിട്ടുണ്ട്? പാസ്സാക്കുന്നത് ഇഷ്ടം ജനങ്ങളുടെ ഭാരതീയരുടെ മനസ്സിൽ കൂടിയിരിക്കുന്നതല്ലേ. RS-കാരന്റെ മനസ്സിൽ